ഇന്ന് മുത്തശ്ശി പറയാൻ പോണ കഥ മഹാവിഷ്ണുവിൻ്റെ ഉഗ്രപ്രഭാവമുള്ള ഒരു മനുഷ്യാവതാരമാണ് പരശുരാമൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പരശുരാമൻ ജനിച്ചത് ജമദഗ്നി എന്ന മഹർഷിയുടെ പുത്രനായിട്ടാണ്. മാതാവിൻ്റെ പേര് രേണുക. അവരുടെ 5 പുത്രന്മാരിൽ ഇളയനായിട്ടാണ് പരശുരാമൻ്റെ ജനനം. ജ്യേഷ്ഠന്മാരൊക്കെ വേദവും ശാസ്ത്രവും ഒക്കെ പഠിച്ച് അവർ അച്ഛൻ്റെ പാത പിന്തുടർന്നപ്പോൾ പരശുരാമൻ്റെ താല്പര്യം മുഴുവൻ ആയോധന കലയിലാണ്. അതാണ് താല്പര്യം, യുദ്ധകല. അതാണ് പഠിക്കാൻ ആഗ്രഹം. അതിപ്പോൾ ജമദഗ്നി വിചാരിച്ചാൽ പഠിപ്പിച്ചു കൊടുക്കാവുന്ന കാര്യമല്ല. അപ്പോൾ കുറച്ചൊക്കെ ഇത് വേദശാസ്ത്രമൊക്കെ പഠിച്ചതിന് ശേഷം നേരെ ശിവനെ തപസ് ചെയ്യാനാണ് കൈലാസത്തിൽ പോയി. അവിടെ ഇരുന്ന് പരമശിവനെ തപസ് ചെയ്യണം. പരമശിവൻ പാർവതിക്ക് പരശുരാമൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ദേവാസുര യുദ്ധം വന്നു. വീണ്ടും വന്നപ്പോൾ അക്കുറി ദേവന്മാർ ശിവൻ്റെ അടുത്താണ് സഹായം ചോദിച്ചെത്തത്. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പരശുരാമനെ വിളിച്ച് പറഞ്ഞു, ദേവാസുര യുദ്ധം ഉണ്ടായിരിക്കണോ, അങ്ങോട്ട് പോകൂ, എന്നിട്ടൊന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ നേരെ ചോദിച്ചു, എനിക്ക് അസ്ത്രങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ പറഞ്ഞു, എന്നിൽ വിശ്വാസം അർപ്പിച്ച് പോയിക്കോളൂ, ഒക്കെ നേരെയാവും, വിജയം വരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ നേരെ യുദ്ധഭൂമിയിൽ ചെന്നിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് അങ്ങനെ അസുരന്മാരെയൊക്കെ കൊന്നൊടുക്കി തിരിച്ച് ഭഗവാനെ വന്ന് നമസ്കരിക്കുമ്പോൾ ഭഗവാൻ എല്ലാ അസ്ത്രവിദ്യകളും കൊടുത്ത് അനുഗ്രഹിക്കും. അങ്ങനെ സാക്ഷാൽ പരമശിവൻ്റെ ശിക്ഷണത്തിലാണ് പരശുരാമൻ ആയോധനകല അഭ്യസിക്കുന്നത്. പിന്നെ നിരവധി പ്രമുഖരായ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഭീഷ്മരുടെ ഗുരുവാണ് പരശുരാമൻ. അങ്ങനെ ഒരു വശം. പിന്നെ അതിന് മുമ്പുണ്ടായൊരു കഥ, ഏകദേശം 14 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ അമ്മയാണ് നോക്കണത്. അച്ഛൻ ഒരു ദിവസം ഫലമൂലങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് പോയിരിക്കുകയാണ്. അമ്മ ആശ്രമത്തിലെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുട്ടികളെ ഒരു 5 പേരും മാറി എവിടെയും കളിച്ചു കൊണ്ടിരുന്നു. അമ്മ രേണുക ജലം ശേഖരിക്കാനായിട്ട് അവരുടെ ആശ്രമത്തിൻ്റെ തൊട്ടടുത്തുള്ള നദിയാണ് നർമ്മദാ നദി. രേവ എന്നും നർമ്മദയ്ക്ക് പേരുണ്ട്. അപ്പോൾ ആ നർമ്മദാ നദിയിൽ ജലം ശേഖരിക്കാൻ വേണ്ടി ഒരു ജലകുംഭവുമായിട്ട് രേണുക പോയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ എന്താ, നദിയിൽ അതിസുന്ദരനായിട്ടുള്ള ഒരു യുവാവും അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതിയും ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായത് സാല്വ മഹാരാജാവാണ്. ചിത്രരഥൻ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷിയാണ് ജലക്രീഡ ചെയ്യുന്നതെന്ന്. അപ്പോൾ രേണുക അത് നോക്കി ഇങ്ങനെ രസിച്ചു. സൗന്ദര്യമുള്ളത് കണ്ടാൽ ആരായാലും നോക്കി എന്ന് പോവും. അത് മാത്രമല്ല തനിക്കിതൊന്നും സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ രേണുകയും ജനിച്ചത് ഒരു മഹാരാജാവിൻ്റെ പുത്രിയായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ജമദഗ്നി എന്നുള്ള മഹർഷിയുടെ ഭാര്യയായി പോയതിനാൽ ഇത്തരം ക്രീഡകൾക്കൊന്നും അവിടെ അവസരം കിട്ടില്ല. അങ്ങനെ നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ദൈവമേ വെള്ളവും കൊണ്ട് വീട്ടിലേക്ക് പോയില്ലല്ലോ എന്ന്. വേഗം വെള്ളം നിറച്ചെടുത്തിട്ട് അവിടുന്ന് ആശ്രമത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ ജമദഗ്നി എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ എന്താ പറയുക, തളച്ച് നിൽക്കുകയാണ് ദേഷ്യം കൊണ്ട്. എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. പാവം രേണുക വിറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊന്നും മനസ്സിലാക്കണില്ല, യാതൊരു മട്ടുമില്ല. ഉടനെ മൂത്ത 4 പുത്രന്മാരിൽ ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയെ വധിക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു, 4 പേരും പറഞ്ഞു, ഞങ്ങൾക്ക് മാതൃവിധം ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 14 വയസ്സേ ഉള്ളൂ പരശുരാമനെ വിളിച്ച് പറഞ്ഞു, അമ്മയെ വധിച്ച് കളയൂന്ന്. പരശുരാമൻ ഇടം വല്ലം നോക്കിയില്ല, അമ്മയെ വധിച്ച് കളഞ്ഞു അങ്ങോട്ട്. പക്ഷേ വധിച്ച് അമ്മ മരിച്ച് വീണ നിമിഷം കുട്ടി വളരെ വ്യസനിച്ച സങ്കടം കൊണ്ട് അങ്ങോട്ട് ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ ജമദഗ്നിക്ക് വീണ്ടും വിചാരം ഉണ്ടായി. ആദ്യം കുട്ടിയെ നോക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. പരശുരാമനെ വാരി മടിയിൽ കിടത്തി അങ്ങനെ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം ചെയ്തു പോയത് വലിയൊരു അപരാധമാണ്, എൻ്റെ ഭാഗത്തു നിന്നൊരു അപരാധം ഉണ്ടായി. അതിനേക്കാൾ വലിയ അപരാധമാണ് മാതൃവധം എന്ന് പറയുന്നത്. നിനക്ക് എന്ത് വരാണോ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ഞാൻ തരാം എന്ന് പറഞ്ഞു. ഈ മഹർഷിമാർക്ക് വരം കൊടുക്കാനും അനുഗ്രഹിക്കാനും ശപിക്കാനും എല്ലാത്തിനും കഴിവുണ്ട്. അത്രയും തപശക്തി ഉള്ളതുകൊണ്ട് പരശുരാമന് വേറെ ഒന്നും ആവശ്യമില്ല. എനിക്ക് എൻ്റെ മാതാവിനെ ജീവിപ്പിച്ചു തരാം, മാത്രം ആ ഒരൊറ്റ വരെ വേണ്ടൂ എന്ന് പറയും. അങ്ങനെ ജമദഗ്നി രേണുകയ്ക്ക് പുനർജീവൻ പ്രദാനം ചെയ്യണു. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ്. പരശുരാമനെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. അത് ഇനി വേറൊരു അവസരത്തിലാകാം. ഇന്നത്തേക്ക് ഇത്രയും നമുക്ക് നിർത്താം.